മഹാകവി കാളിദാസന്റെ രഘുവംശം എന്ന മഹാകാവ്യത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ 5 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഈ ശ്ലോകങ്ങളിലൂടെ വർണ്ണിക്കുവാൻ ബുദ്ധിമുട്ടുള്ള രഘുവംശത്തെപ്പറ്റി, ഒരു മഹാകാവ്യരചനയ്ക്ക് താൻ എന്തുകൊണ്ട് മുതിരുന്നു എന്നതിനെപ്പറ്റി കാളിദാസൻ പ്രേക്ഷകരെ ബോധിപ്പിക്കുന്നു. ഈ ശ്ലോകങ്ങളിലൂടെ രഘുവംശത്തിലെ രാജാക്കന്മാർ എപ്രകാരം ഉള്ളവരായിരുന്നുവെന്ന് വിവരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 5 ശ്ലോകങ്ങളും തുടർച്ചയായി വരുന്നതാണ്. 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. 4 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങൾ ഈ വീഡിയോയിൽ കാണാം. 4-ാമത്തെ ശ്ലോകം: സോഹമാജന്മശുദ്ധാനാമാഫലോദയ കർമ്മണാം ആസമുദ്രക്ഷിതീശാനാമാനാകരധവർത്മനാം. സഹ അഹം, അങ്ങനെയുള്ള ഞാൻ. ഇത് കാളിദാസൻ സ്വയം പറയുന്നതാണ്. ഇത് 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയതാണ്. 1-ാമത്തെ വീഡിയോ കാണാത്തവർ തീർച്ചയായും അത് കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി രഘുവംശ രാജാക്കന്മാർ എങ്ങനെയുള്ളവരായിരുന്നു എന്നതിനെപ്പറ്റി കാളിദാസൻ പറഞ്ഞു തുടങ്ങുന്നു. ആജന്മശുദ്ധാനാം, പിറവി മുതൽക്കേ വിശുദ്ധന്മാരും ഗർഭധാന കാലം മുതൽ ബീജശുദ്ധിക്കായി ചില ഹോമങ്ങൾ ചെയ്യാറുണ്ടായിരുന്നതിനെയും മറ്റും സൂചിപ്പിക്കുന്നു. ആ ഫലോദയ കർമ്മണാം, ഫലമുളവാകും വരെ കർമ്മം ചെയ്യുന്നവരും. ആ സമുദ്രക്ഷിതീശാനാം, ആഴിവരെ ഊഴിക്കധിപന്മാരും. ആ നാഗരഥവർത്തുമനാം, സ്വർഗത്തോളം തേർ ചെന്നിട്ടുള്ളവരും. 4-ാമത്തെ ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ് അടുത്ത ശ്ലോകം. യഥാവിധിഹുതാഗ്നീനാം യഥാ കാമാർച്ചിതാർദ്ധിനാം യഥാപരാധദണ്ഡാനാം യഥാ കാലപ്രബോധിനാം. യഥാവിധി ഹുതാഗ്നീനാം, വിധി പോലെ അഗ്നിയിൽ ഹോമിച്ചവരും. യഥാ കാമാർച്ചിതാർത്ഥിനാം, അർത്ഥികളെ അവരിച്ഛിക്കും വിധം പൂജിച്ചവരും. യഥാ അപരാധദണ്ഡാനാം, അപരാധത്തിന് തക്ക ശിക്ഷ കൊടുത്തവരും. യഥാകാലപ്രബോധിനാം, യഥാസമയത്ത് ഉണർന്നവരും. മുഖ്യമായി ഉദയം മുതൽ അടുത്ത ഉദയം വരെയുള്ള അവരുടെ അർത്ഥശാസ്ത്രാനുസൃതമായ ദിനചര്യയെ സൂചിപ്പിക്കുന്നു. 5-ാമത്തെ ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ് 6-ാമത്തെ ശ്ലോകം. ത്യാഗായ സംഭൃതാർത്ഥാനാം സത്യായമിതഭാഷിണാം യശസേ വിജിഗീഷൂണാം പ്രജായൈ ഗൃഹമേധിനാം. ത്യാഗായ സംഭൃതാർത്ഥാനാം, ദാനത്തിനായി ധനം സംഭരിച്ചവരും. സത്യായ മിതഭാഷിണാം, സത്യത്തിനായി അല്പം സംസാരിച്ചവരും. യശസ്സേ വിജിഗീഷൂണാം, യശസ്സിനായി ജയിക്കാൻ പുറപ്പെട്ടവരും. പ്രജായൈ ഗൃഹമേധിനാം, സന്തതിക്കായി ഗാർഹസ്ഥ്യമെടുത്തവരും. 6-ാമത്തെ ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ് 7-ാമത്തെ ശ്ലോകം. ശൈശവേഭ്യസ്തവിദ്യാനാം യൗവനേ വിഷയൈഷിണാം വാർദ്ധകേ മുനിവൃത്തീനാം യോഗേനാന്തേ തനുത്യജാം. ശൈശവേ അഭ്യസ്തവിദ്യാനാം, ശൈശവത്തിൽ വിദ്യ അഭ്യസിച്ചവരും. യൗവനേ വിഷയൈഷിണാം, യൗവനത്തിൽ വിഷയസുഖമനുഭവിച്ചവരും. വാർദ്ധകേ മുനിവൃത്തീനാം, വാർദ്ധക്യത്തിൽ മുനിവൃത്തി എടുത്തവരും. അന്തേ യോഗേന തനുത്യജാം, ഒടുവിൽ യോഗം കൊണ്ട് ദേഹത്യാഗം ചെയ്തവരുമായ. 8-ാമത്തെ ശ്ലോകത്തിൽ രഘുവംശ രാജാക്കന്മാരുടെ ഈ മുകളിൽ പറഞ്ഞ ഗുണങ്ങളെല്ലാം പണ്ഡിതന്മാരിൽ നിന്നും കേട്ടിട്ട് അതിൽ നിന്നുള്ള പ്രേരണ കാരണം മഹാകാവ്യരചനയ്ക്ക് താൻ തുനിയുന്നു എന്ന് കാളിദാസൻ ബോധിപ്പിക്കുന്നു. ശ്ലോകം നോക്കാം. രഘൂണാമന്വയം വക്ഷ്യേ തനുവാഗ്വിഭവോപി സന്ന തദ്ഗുണൈഃ കർണമാഗത്യ ചാപലായ പ്രചോദിതഃ. രഘൂണാം അന്വയം തനുവാഗ്വിഭവഃ അപി,
രഘുകുല രാജാക്കന്മാരുടെ വംശത്തെപ്പറ്റി വാക് സമ്പത്ത് കഷ്ടിയാണെങ്കിൽ കൂടി തദ്ഗുണൈഹി കർണം ആഗത്യ അവരുടെ ഗുണങ്ങൾ ചെവിയിൽ വന്നേറി ചാപലായ പ്രചോദിതഃ സൻ ചാപല്യം കാണിപ്പാൻ പ്രേരിപ്പിച്ചതുമൂലം വക്ഷ്യേ ഞാൻ പറയുവാൻ തുടങ്ങുകയാണ്. രഘുവംശത്തിലെ 1 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങൾ 2 വീഡിയോകളിലായി പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.